ആദവും ഹവ്വയും സുഖമായി ആ ഉദ്യാനത്തിൽ താമസിക്കുകയാണ്. ഒരു കനി അള്ളാഹു അവരെ വിലക്കിയിട്ടുണ്ട്. അതെന്തിനാ വിലക്കിയത്? അത് ആ കഥയാണ് ഉമ്മാമ്മ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ താമസിക്കുന്നത് നമ്മുടെ ഇബ്ലീസിന് തീരെ സഹിക്കുന്നില്ല. അപ്പോൾ ഇബ്ലീസ് ഇങ്ങനെ പല ഉപായങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുക, ഇവരെ എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് പുറത്താക്കുക. അപ്പോൾ ഇബ്ലീസിന് മനസ്സിലായി, ഇവർക്ക് അള്ളാഹു ഒരു കനി വിലക്കിയിട്ടുണ്ടല്ലോ, അത് കഴിപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇബ്ലീസ് എങ്ങനെയായിരിക്കും മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുക? മനുഷ്യനെ ഉപദ്രവിക്കാൻ ഇബ്ലീസിന് കഴിവുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇബ്ലീസ് മനുഷ്യൻ്റെ മനസ്സിലാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുക. പെണ്ണാണല്ലോ വീക്ക്, ദുർബല. ഹവ്വയുടെ മനസ്സിൽ കയറിക്കൂടി. എന്നിട്ട് വിലക്കിയ കനി ഇടയ്ക്കിടെ നോക്കിപ്പിച്ചു. ഹവ്വ ചിന്തിച്ചു, എന്താ അത് കഴിച്ചാൽ? പിന്നെ രണ്ടാളും ഡിസ്കസ് ചെയ്തു, എന്താ അത് കഴിച്ചാൽ സംഭവിക്കുക? ഇബ്ലീസ് മന്ത്രത്തിന് ശക്തി കൂട്ടി. എത്ര മന്ത്രിച്ചാലും അനുസരിക്കാതിരുന്നാ പോരെ? മതി. പക്ഷെ നീ ഇപ്പോൾ അവൻ മന്ത്രിക്കുന്നത് മാത്രമാണല്ലോ അനുസരിക്കുന്നത്. അതെങ്ങനെ? നീ ഹോംവർക്ക് ചെയ്യാത്തതും വികൃതി കാട്ടുന്നതും ഉമ്മയെ അനുസരിക്കാത്തതും എല്ലാം ഇബ്ലീസിന്റെ മന്ത്രം കൊണ്ടാ. അല്ലെങ്കിൽ പിന്നെ നീ നല്ല അനുസരണയുള്ള എക്സലന്റ് കുട്ടിയാവേണ്ടതല്ലേ? ആദം പാപ്പാനെയും ഹവ്വാമ്മനെയും പറ്റിക്കാൻ ഇബ്ലീസിന് കഴിഞ്ഞോ? നമുക്ക് കഥ കേട്ടു നോക്കാം. പാവങ്ങള് മനുഷ്യരല്ലേ? അള്ളാഹുത്താല സൃഷ്ടിച്ചിരിക്കുന്നത് അത്തരമൊരു പ്രകൃതത്തിലല്ലേ? ഒരു നിമിഷം അള്ളാഹുത്താലയുടെ വ്യക്തമായ താക്കീത് മറന്നുപോയി. പകരം ഇബ്ലീസിന്റെ കടുത്ത ഉപദേശത്തിലകപ്പെട്ട് ആ കനി പറിച്ചങ്ങ് കഴിച്ചു കഴിഞ്ഞപ്പോ എന്താ ഉണ്ടായത്? വയറുവേദന തുടങ്ങി. അവർക്ക് വിസർജിക്കണം. അതുവരെ അവർക്ക് അങ്ങനെയൊരു തോന്നലുണ്ടായിരുന്നില്ല. അവരുടെ ദേഹത്ത് വസ്ത്രമില്ല, അവർ നഗ്നരാണെന്നും അവർക്ക് മനസ്സിലായി. ആ ഉദ്യാനത്തിലെ ഇലകൾ പറിച്ച് നാണം മറച്ചു. അള്ളാഹുത്താല ചോദിച്ചു, നിങ്ങൾ വിലക്കിയ കനി കഴിച്ചു അല്ലേ? രണ്ടുപേരും കുറ്റം സമ്മതിച്ചു, സുജൂദിൽ വീണു. അവർ തെറ്റ് ചെയ്തിരിക്കുന്നു, അള്ളാഹുവോട് അനുസരണക്കേട് കാട്ടിയിരിക്കുന്നു എന്നവർക്ക് ബോധ്യമായി. തെറ്റ് ചെയ്തു പോയ ആ നിമിഷത്തെ ഓർത്ത് അവർ കഠിനമായി വിലപിച്ചു. അറബിക്ക് മിസ് പറഞ്ഞത് ഇബ്ലീസ് അവരെ വസ്ത്രാക്ഷേപം ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ തുണി ഉരലല്ലേ? അറബിക് മിസ് പറഞ്ഞതും ഉമ്മാമ പറഞ്ഞതും രണ്ടും കാര്യം ഒന്ന് തന്നെയാ. വിലക്കിയ കനി കഴിച്ചപ്പോൾ അവരുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വന്നു. സ്വർഗീയ വസ്ത്രം ദേഹത്തുണ്ടായിരുന്നത് നീങ്ങിപ്പോയി. അപ്രതീക്ഷമായി ശരീരം ഭൂമിയിലേക്ക് യോജിച്ചതായി. ദേഹത്ത് വസ്ത്രമില്ല. ഇത് തന്നെയല്ലേ വസ്ത്രാക്ഷേപം? ഭൂമിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിനോ രണ്ടിനോ ഒക്കെ പോകണ്ടേ? സ്വർഗത്തിൽ ഭക്ഷണം കഴിച്ചാൽ പുറത്ത് കളയണ്ട. ഇബ്ലീസിന്റെ ചതിയിൽപ്പെട്ടിട്ടും അല്ലാഹു തആല പുറത്തു കൊടുത്തു. എന്നിട്ടും ഭൂമിയിൽ അയച്ചതെന്താ? ഭൂമിയിലേക്ക് വേണ്ടിയാണല്ലോ അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാ ഇബ്ലീസിനെ വെച്ച് ഇങ്ങനെ പരീക്ഷിച്ചത്? അത് ഉമ്മാമ പറഞ്ഞത്, ഒരു എഞ്ചിൻ ഉണ്ടാക്കി, ഒരു കാർ ഉണ്ടാക്കിന്ന് വെച്ചോ, ഒന്ന് റോഡിൽ ഓടിച്ചു നോക്കില്ലേ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന്? അതുപോലെ അള്ളാഹു ഒരു ജീവി ഉണ്ടാക്കിയതാ. ഇവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ധാരാളം ബുദ്ധിശക്തിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ അവർക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രവണതയും ഇട്ടിട്ടുണ്ട്. മലക്കുകൾ തെറ്റ് ചെയ്യില്ല. അള്ളാഹുവിനു വേണ്ടി ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്നവരാണ്. മനുഷ്യർ തെറ്റ് ചെയ്യുമെന്നും അള്ളാഹു വിലക്കിയത് ചെയ്യുമെന്നും എന്നിട്ട് അവർ പശ്ചാത്താപിക്കുമെന്നും അവരെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവരെ പരീക്ഷിച്ചത്. അപ്പോഴേ ഇബ്ലീസ് തന്നെയാണോ ശൈത്താൻ? അതെ, അതിലെന്താ ഇത്ര സംശയം? ശൈത്താന്മാർ എന്ന് പറയുന്നത് ആരെയാ? അവർ കുറെ പേരല്ലേ? ഇബ്ലീസിന്റെ കൂട്ടുകാര്. അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടോ ഇബ്ലീസിന്? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. അസാസിയിൽ എങ്ങനെയാ ഇബ്ലീസ് ആയത്? അള്ളാഹുവിനോട് അനുസരണക്കേട് കാട്ടിയപ്പോഴല്ലേ? അള്ളാഹുവിനോട് അനുസരണക്കേട് കാട്ടുന്നവരെല്ലാം ഇബ്ലീസിന്റെ കൂട്ടുകാരാണ്. അവരാണ് ശൈത്താന്മാര്. ഞാൻ വിചാരിച്ചത് പ്രേതങ്ങളാണെന്ന്. പ്രേതങ്ങൾ എന്നൊരു വർഗമേ ഇല്ല. മനുഷ്യർ മരിച്ചു കഴിഞ്ഞാലും പ്രേതാവില്ലേ? നല്ല മനുഷ്യരുടെ ആത്മാക്കൾ ഇല്ലീൻ എന്ന തോട്ടത്തിലും ദുഷ്ടന്മാരുടെ ആത്മാക്കൾ സിജ്ജീൻ എന്ന ഇരുട്ടറയിലുമാണ്. രണ്ടായാലും ആത്മാക്കളെല്ലാം അള്ളാഹുതാലയുടെ കസ്റ്റഡിയിലാ. പിന്നെങ്ങനാ പ്രേതം? അപ്പളിനെ ഒന്നിനെയും പേടിക്കണ്ടല്ലോ. ശ്മശാനത്തിൽ പോലും പ്രേതങ്ങളില്ലാന്നോ? ശ്മശാനത്തിലെ മണ്ണിൽ മനുഷ്യരുടെ ശരീരം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ലോകം അവസാനിച്ച് ഇസ്രാഫീൽ രണ്ടാമത്തെ സൈറൺ മുഴക്കുമ്പോൾ അവിടെ നിന്ന് ആത്മാക്കൾ ഇണങ്ങിയ ശരീരം എഴുന്നേറ്റു വരും. ചെടികൾ മുളച്ചു വരും പോലെ. ജീവനില്ലാത്ത വിത്തുകളിൽ നിന്നല്ലേ ജീവനുള്ള ചെടികൾ വരുന്നത്. മനുഷ്യരെ പോലെ അള്ളാഹുവിന്റെ മറ്റൊരു സൃഷ്ടിയാണ് ജിന്നുകൾ. അവരെ സൃഷ്ടിച്ചത് പുകയില്ലാത്ത തീയിൽ നിന്നാണ്. അവരിലെ അനുസരണ കെട്ടവര് ശൈത്താന്മാര്. അവരിലും അനുസരണമുള്ളവരുണ്ടോ? ഉണ്ട്. അപ്പോഴേ ഈ ഡ്രാക്കുള, കുട്ടിച്ചാത്ത് തുടങ്ങിയവരൊക്കെ ആരാ?
അതൊക്കെ ജിന്നുവർഗത്തിലെ ശൈത്താന്മാരുടെ പേരുകളാ. ഇപ്പോഴാണ് ആശ്വാസമായത്. പ്രേതവും ഭൂതവും ഒന്നുമില്ലെന്നറിഞ്ഞപ്പോൾ. ഈ അലവലാദീനെ ഒന്നും പേടിക്കണ്ട. അല്ലാഹു താലയുടെ ശിക്ഷ പേടിക്കണം. തെറ്റു ചെയ്താൽ അല്ലാഹു താല കഠിനമായി ശിക്ഷിക്കും. രണ്ടാളും കഠിനമായി പശ്ചാത്താപിച്ചു. അവരുടെ പ്രകൃതം തന്നെ മാറിപ്പോയല്ലോ. എന്തൊരു സൗകര്യങ്ങളായിരുന്നു അള്ളാഹു നൽകിയിരുന്നത്. വിശപ്പില്ല, ദാഹമില്ല, വെയിലേൽക്കണ്ട, ശരീരത്തിൽ സ്വർഗീയ വസ്ത്രം ഉണ്ടായിരുന്നു. എല്ലാം അനുസരണക്കേട് കാട്ടിയതിനാൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആദം ബാപ്പയെ ശ്രീലങ്കയിലെ ആദം മലയിലും ഹൗവയെ അറേബ്യയിലുള്ള ജിദ്ദയിലും എത്തിച്ചു എന്നാണ് അറിയുന്നത്. ഇനി ഭൂമിയിലെ വാസം എന്തൊക്കെ കഷ്ടപ്പാടുകളായിരിക്കും. അവർ വിലപിച്ചപ്പോൾ അല്ലാഹുത്താല അറിയിച്ചു, നിങ്ങൾക്ക് ഭൂമിയിലേക്ക് വേണ്ടതെല്ലാം നാം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും, അവർക്ക് കുട്ടികളുണ്ടാവും, നിങ്ങൾ തലമുറകളായിട്ട് ഭൂമിയിൽ ജീവിക്കും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ വെച്ച് ഒന്ന് മാത്രം ശ്രദ്ധിക്കണം, നല്ലത് മാത്രമേ പ്രവർത്തിക്കാവൂ. നിങ്ങൾക്ക് നാം മാർഗദർശനം തന്നുകൊണ്ടേയിരിക്കും. കുറച്ചു കാലം നിങ്ങൾ ഭൂമിയിൽ ജീവിക്കും, പിന്നീട് മരിക്കും. മരിച്ച് നിങ്ങൾ എൻ്റെ അരികിലേക്ക് തന്നെയാണ് വരിക. അപ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്ത് എന്നെ അനുസരിച്ച് ജീവിച്ച് തിരിച്ചു വന്നാൽ വീണ്ടും സ്വർഗത്തിലേക്ക് തന്നെ എത്താം. മറിച്ചാണെങ്കിൽ നരകമായിരിക്കും അവർക്കുള്ള സങ്കേതം. ആദം ബാപ്പ ശ്രീലങ്കയിൽ നിന്ന് കാൽനടയായി ഇന്ത്യയിലെത്തി. അക്കാലത്ത് ശ്രീലങ്ക എന്ന ദ്വീപ് ഇന്ത്യയോട് ഒട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. ആദം അലൈഹിസ്സലാം നമ്മുടെ കേരളത്തിലെ വടകരക്കടുത്തുള്ള പാറപ്പള്ളിയിൽ താമസിച്ചതായി കഥകളുണ്ട്. എന്തായാലും കാൽനടയായി പല സ്ഥലങ്ങളും കടന്ന് സിന്ധിലൂടെ അഫ്ഗാനിസ്ഥാനിലൂടെ കടന്ന് അറേബ്യൻ അർദ്ധദ്വീപിലെത്തി. കൂടെ ജിബ്രീൽ അലൈഹിസ്സലാമയുണ്ട്. അദ്ദേഹത്തെ മക്കയിലെത്തിച്ചു. അവിടെ കഅബ പണിയിപ്പിച്ചു. കഅബയിലെത്തി നമ്മൾ തവാഫ് ചെയ്യുന്നില്ലേ, അതൊക്കെ ആദം അലൈഹിസ്സലാമയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു. തവാഫ് ചെയ്യുന്നതെങ്ങനെ, എന്നിട്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ അറഫയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴവിടെ വെച്ചാണ് ആരെ കണ്ടുമുട്ടുന്നത്? ഹൗവാബിയെ. അറഫ എന്നാൽ അറിയുക. അവർ കണ്ടറിഞ്ഞ സ്ഥലമാണത്. ആദ്യമായിട്ട് നമ്മുടെ ആദിമാതാപിതാക്കൾ കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ. അതുകൊണ്ടാവും അല്ലാഹുത്താല ഈ ഭൂമിയിൽ ആദം മക്കളെ വർഷത്തിലൊരിക്കൽ അവിടെ സമ്മേളിപ്പിക്കുന്നത്. നമ്മൾ വർഷത്തിലൊരിക്കൽ ഹജ്ജിന് പോകുന്നില്ലേ, അത് ഈ അറഫയിലേക്കാണ്. ഹജ്ജ് ദിവസമായ ദുൽഹജ്ജ് 9-ാം നാൾ ഹാജിമാർ എല്ലാം അറഫയിലെത്തുന്നു. ആദം ബാപ്പ സന്തോഷത്തിലാ, ഭാര്യയെ കിട്ടിയല്ലോ. പിന്നീട് അവർ താമസിച്ചത് മുസ്തലിഫ എന്ന സ്ഥലത്താണ്. അതിനടുത്താണത്രേ. മുസ്തലിഫ എന്ന വാക്കിനെ കൂടിച്ചേരുക എന്നാണത്രേ അർത്ഥം. അങ്ങനെ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ഒരുമിച്ച് താമസം തുടങ്ങി. ഓരോ പ്രസവത്തിലും ഹൗവ ബീവി ഈ 2 കുട്ടികളെയാണത്രേ പ്രസവിച്ചത്. ഏതോ ഒരു പ്രസവത്തിൽ മാത്രം ഒരു കുട്ടി. ആദ്യത്തെ പ്രസവത്തിലെ കുട്ടികളുടെ പേര്, ആൺകുട്ടിയുടെ പേര് ഖാബീല്, പെൺകുട്ടിയുടെ പേര് ഇഖ്ലീമ. രണ്ടാമത്തെ പ്രസവത്തിൽ ഹാബീല്, ലബൂദ. ഈ പേരുകളാണ്. ഹാബീലും ഖാബീലും ഒക്കെ വിവാഹപ്രായമെത്തിയപ്പോൾ അവരെ കല്യാണം കഴിപ്പിക്കണ്ടേ? അന്ന് ഭൂമിയിൽ വേറെ മനുഷ്യരുണ്ടോ? ഇല്ല. അവരെ തമ്മിൽ തന്നെ കല്യാണം കഴിപ്പിക്കണം. അപ്പോഴെന്ത് ചെയ്തു? ആദ്യ പ്രസവത്തിലെ 2 കുട്ടികളെ, രണ്ടാം പ്രസവത്തിലെ 2 കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ക്രോസായി കല്യാണം ഉറപ്പിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഖാബീലിന് രണ്ടാം പ്രസവത്തിലെ ലബൂദ, ഹാബീലിനാണ് ഇഖ്ലീമ. കഷ്ടകാലത്തിനാവാം ഇഖ്ലീമ സുന്ദരിയായത്. ഖാബീലിന് അവളെ മതി. ആദം അലൈഹിസ്സലാം തീരുമാനിച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. അതുകൊണ്ട് മറിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 2 പേരും അള്ളാഹുവിനൊരു ബലി അർപ്പിക്കുക. അള്ളാഹു ആരുടെ ബലിയാണ് സ്വീകരിക്കുന്നതെന്നനുസരിച്ച് തീരുമാനിക്കാം. അങ്ങനെ 2 പേരും ബലി അർപ്പിച്ചു. ഹാബീലിന്റെ ബലിയാണ് അള്ളാഹു സ്വീകരിച്ചത്. ഖാബീലിന്റെ ബലി നിരസിച്ചു. ബലി സ്വീകരിക്കാത്ത എന്തുകൊണ്ടാ? ഭക്തിയുള്ളവരിൽ നിന്നേ സ്വീകരിക്കുള്ളൂ. ഏത് നല്ല പ്രവൃത്തിയും സ്വീകരിക്കണമെങ്കിൽ മനസ്സിൽ നന്മ, അനുസരണം, ഭക്തി ഒക്കെ വേണം. ബലി സ്വീകരിക്കാത്തതുപോലെ നിസ്കാരവും നോമ്പും ഒന്നും സ്വീകരിക്കാതിരിക്കുവോ? ഭക്തിയുണ്ടെങ്കിലേ നിസ്കാരവും നോമ്പും ഒക്കെ കിട്ടുള്ളൂ. നല്ല മനസ്സോടെ അർപ്പിക്കുന്ന ബലിയെ സ്വീകരിക്കുള്ളൂ. ഖാബീലിന് കോപമിളകി. ഹാബീലിനോടായി ഖാബീൽ പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലും. അങ്ങനെ ആരുമില്ലാത്ത നേരം നോക്കി ഹാബീലിനെ ഖാബീലങ്ങ് കൊന്നു. ആദ്യമായിട്ടുള്ള മരണമല്ലേ ലോകത്തിൽ. അന്തം വിട്ട ഖാബീലിന് എന്തു ചെയ്യണമെന്നറിയില്ല. അല്ലാഹുത്താല 2 കാക്കകളെ നിയോഗിച്ചു. കാക്കകൾ 2ഉം തമ്മിലടിച്ച് ഒരു കാക്ക ചത്തു വീണു. മറ്റേ കാക്ക കൊക്കുകൊണ്ട് മണ്ണ് തോണ്ടി കുഴിയുണ്ടാക്കി.
ശവം മറവ് ചെയ്യുന്നത് ഹാബീൽ കണ്ടു. അവൻ ഇളിഭ്യനായി നിന്നു. അയ്യേ, ഈ കാക്കയുടെ അറിവ് പോലും ഇല്ലാത്തവനാണല്ലോ ഞാനെന്ന്. ഹാബീലിന്റെ കൊലപാതകമറിഞ്ഞ് ആദം ബാപ്പയുടെ സങ്കടത്തിന് അതിരുണ്ടായിരുന്നില്ല. രണ്ടും മക്കളല്ലേ. നല്ലൊരു മകനെ നഷ്ടപ്പെട്ടു, മറ്റവനാവട്ടെ ഇബിലീസിന്റെ ചതിയിൽപ്പെട്ട് മഹാപാപിയുമായി. അല്ലാഹുത്താല ആശ്വസിപ്പിച്ചത് നല്ലൊരു മകനെ തരാമെന്നാണ്. അങ്ങനെ കിട്ടിയ മകനാണത്രേ ഷീദ്. ഒറ്റയായി പിറന്ന ഷീദ് എന്ന മകനാണ് ആദം ബാപ്പാക്ക് ശേഷം നബിയായത്. ആദം ബാപ്പ കാബിലിനെ ശിക്ഷിച്ചോ? വധശിക്ഷയല്ലേ കൊടുക്കേണ്ടത്? ഇല്ല, പക്ഷെ ലോകത്തിൽ അതിനുശേഷം നടക്കുന്ന എല്ലാ കൊലപാതകത്തിന്റെയും പാപത്തിന്റെയും പങ്ക് കാബീലിന് കിട്ടുമത്രേ. എന്ന് വെച്ചാ അവന്റെ അക്കൗണ്ടിൽ ലോകാവസാനം വരെ പാപം നിറയുന്നോ? ഇബിലീസ് അല്ലേ ശരിക്കും ജയിച്ചത്? ആദം ബാപ്പക്ക് ഒരുപാട് സങ്കടം ഉണ്ടായോ? ഇബിലീസിന്റെ ചതിയെപ്പറ്റിയും സന്താനങ്ങളെപ്പറ്റിയും ബേജാറിലായി ആദം ബാപ്പ. എങ്ങനെ സന്താനങ്ങളെ രക്ഷിക്കുമെന്ന ചിന്തയിലായപ്പോൾ അല്ലാഹുത്താല 3 അനുഗ്രഹങ്ങൾ നൽകിയത്രേ. 1, മനുഷ്യർ ഒരു തെറ്റ് ചെയ്താൽ ഒരു ശിക്ഷയെ കൊടുക്കുള്ളൂ. ഒരു പുണ്യം ചെയ്താലോ 70 ഇരട്ടി പ്രതിഫലം നൽകാമെന്ന്. എല്ലാ കുട്ടികളുടെയും കൂടെ ഓരോ മലക്കുകളെ നിയോഗിക്കാമെന്ന്. ഇബിലീസ് അവരെ തെറ്റിക്കുമ്പോൾ മറിച്ചവർക്ക് നല്ല ഉപദേശം നൽകാൻ. എന്നിട്ടും സമാധാനിക്കാത്തത് കണ്ട് അള്ളാഹു അറിയിച്ചു, ആദമേ, നിന്റെ സന്താനങ്ങൾ മരിക്കുവോളം, ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുവോളം ഞാൻ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കാമെന്ന്. അപ്പോഴാണത്രേ ആദം സമാധാനിച്ചത്. എന്നുവെച്ചാൽ ഏത് മനുഷ്യർക്കും മരിക്കുന്നതിന് മുമ്പേ പശ്ചാത്താപിച്ച് സന്മാർഗത്തിലാവാമെന്ന്. നിരാശപ്പെടേണ്ട കാര്യമേ ഇല്ലെന്ന്.